ഹലോ എവ്രി വൺ. മറവി അതൊരു അനുഗ്രഹമായിരിക്കാം, പക്ഷെ അതല്ലെങ്കിൽ ഒരു ഷോക്കായിരിക്കാം. ഇന്നലെ എന്നുള്ള സിനിമയിൽ നമുക്കറിയാം ശോഭനയ്ക്ക് പെട്ടെന്ന് മറന്നു പോകുന്നു, പഴയ കാലങ്ങളെ മറന്നുപോയി പുതിയൊരു ലൈഫിലേക്ക് പോകുന്നതായിട്ട് നമുക്കറിയാം. അതുപോലെ അല്ലെങ്കിലും പെട്ടെന്ന് നമ്മളൊരു എൻ്റെ അടുത്ത് പലപ്പോഴും ആളുകൾ വരാറുണ്ട്, ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഓഫീസിൽ നിന്നല്ല, പെട്ടെന്ന് അവരുടെ മാനേജറെ അവരെ കൂടുതൽ എല്ലാവരും കൊണ്ടുവന്നു. പെട്ടെന്ന് അവർക്കൊന്നും അറിയില്ല. അവർ ചോദിക്കും, ഞാൻ എവിടെയാണ്, ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എന്താണ് ഇവിടെ, എനിക്കെന്ത് പറ്റി മാത്രം. അല്ലാതെ ഞാൻ ആരാണ്, നിങ്ങൾ ആരാണ് ഒന്നുമല്ല ചോദിക്കുക. ഞാൻ എന്താണ് ഇവിടെ, എനിക്കെന്ത് പറ്റി, ഞാൻ എന്തിനാ, ഇത് തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ട്രാൻസിഷൻ ഗ്ലോബൽ ആംനേഷ്യ. അതായത് ഒരു 24 മണിക്കൂർ വരെ ഒരു മറവി. ആ ദിവസം അവർക്ക് പിന്നെ ഒരിക്കലും ജീവിതത്തിൽ ഓർമ്മ ഉണ്ടാവില്ല, അന്ന് എന്ത് സംഭവിച്ചില്ല. ഇത് ഇടയ്ക്കിടെ കാണാറുണ്ട്. 1,00,000 ഒരു 3 മുതൽ 6 വരെ ഒരു 50 വയസ്സിന് താഴെയും 30 വരെ 50 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഒരു 1,30,000 ആൾക്ക് വരെ ഉണ്ടെന്നാണ് കണക്ക്. ചില ആൾക്ക് ഇത് വീണ്ടും വരും. ഞാൻ കണ്ടിരുന്ന 4ഉം 5ഉം പ്രാവശ്യം വരുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. സാധാരണ ഇതിൽ എൻ്റെ വീണ്ടും വരാനുള്ള ചാൻസ് 6 to 10% ആണ്. ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. പലപ്പോഴും ആളുകൾ ഭയങ്കര ആങ്ഷ്യസ് ആയി ഇമോഷണലി ഒരു കരയുന്ന അവസ്ഥയിൽ ഇവരെക്കാളും കൂടി അവരുടെ ഫാമിലി, ഇവരെ മക്കള് അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫ് എല്ലാം വന്നിട്ട് ഇതെന്താണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇവർക്കൊന്നും മറന്നുപോയി, ഒന്നും കിട്ടുന്നില്ല, ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഭയങ്കര ഇമോഷണൽ ഒരു ഔട്ട് ബേസ്റ്റ് വരുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് ട്രാൻസിഷൻ ഗ്ലോബൽ ആംനേഷ്യ. ഓക്കെ, ഇതിൽ എന്താണ് പ്രോബ്ലം? ചിലവർക്ക് മറന്നുപോകും. അതായത് ഇപ്പോൾ രാവിലെ എണീറ്റ് അസുഖം മാറുന്നവരെ യൂഷ്വലി 24 hours ആണെങ്കിലും ഒരു 2 to 8 hours അല്ല, മാക്സിമം 8 മണിക്കൂറൊക്കെ കാണുള്ളൂ. 2-3 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ നോർമൽ ആവും. ഈ ടൈമിൽ അവരുടെ മെമ്മറി, അവരിപ്പോൾ ഹോസ്പിറ്റൽ വന്നോ, അവർ ബാങ്കിൽ പോയോ, അവർ സ്കൂളിൽ പോയോ, അല്ലെങ്കിൽ അവർ പഠിച്ചത് കംപ്ലീറ്റ് മറന്നു. അതുവരെയുള്ള എല്ലാം നോർമലായിരിക്കും. ഈ നമുക്ക് രാവിലെ മുതൽ ഈ അസുഖം വന്ന അല്ലെ അവസ്ഥ വന്ന അന്ന് മുതൽ അവർ നോർമലാവുന്ന ഒരു അവസ്ഥയുണ്ട്. മാക്സിമം 24 hours, യൂഷ്വലി ഒരു 8 to 10 hours. ചില ആൾക്ക് 3 മണിക്കൂറുകളിൽ മാറാം. പക്ഷെ പെട്ടെന്ന് മാറുകയാണെങ്കിൽ അത് വേറെയാണ്. കാരണം ചില ആൾക്ക് പെട്ടെന്ന് മറവി വന്നു, 1 മണിക്കൂറിനുള്ളിൽ മാറുന്നതിന് ചിലപ്പോൾ ചില അപസ്മാര രോഗത്തിന്റെ പാർട്ടായിരിക്കാം, എപ്പിലെപ്റ്റിക് ആംനീഷ്യ എന്ന് പറയും. അപ്പൊ മറവി പലതരം നിങ്ങൾക്ക് അറിയാലോ. ആൽസീമേഴ്സ് ഉണ്ട്, ആൽസീമേഴ്സ് ഡിമെൻഷ്യ, വാസ്കുലർ ഡിമെൻഷ്യ, അങ്ങനെ പല കാരണം കൊണ്ടും ഈ ഡിമെൻറ്റിങ് അല്ലെങ്കിൽ മറവി രോഗം വേറെയാണ്. ഇത് മറവി രോഗമല്ല. പക്ഷേ ഈ മറവി രോഗം പോലെ തോന്നുന്നു, അതായത് പെട്ടെന്ന് മറവി, അതായത് എനിക്ക് പെട്ടെന്ന് ഒരു ഇമോഷണൽ ഒരു ആൻസൈറ്റി, ഇപ്പോൾ കുട്ടികളെ കല്യാണം വെച്ച് വിടുക, അല്ലെ ഓഫീസിൽ വർക്ക് കൂടുക, ചില ആൾക്ക് ചില മൈഗ്രെയിൻ്റെ പാർട്ടായിട്ട് വരാം, ചില ആൾക്ക് ഹെഡ് ട്രോമ വന്നിട്ടും ഇതുപോലെ വരാം, ചില സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇതുപോലെ വരാം, ചില അനസ്തേഷ്യ കൊടുത്തിന്റെ പാർട്ടായിട്ടും അപൂർവമായിട്ട് വരാം, ചില മരുന്ന് കൊണ്ട് വരാം, ട്രെയിൻ ചെയ്യുക, ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യുക, ഭയങ്കരമായിട്ട് ഹെവി മാനുവൽ എക്സേഷൻ, ചിലർക്ക് ആൻജിയോഗ്രാം അല്ലെങ്കിൽ വാൽസൽവാസ് മെനൂവർ, അങ്ങനെ മുക്കുക, സ്ട്രെയിൻ ചെയ്യുക, സെക്ഷൽ ഇന്റർകോഴ്സ്, അതുപോലെ തന്നെ ഏത് ഇമോഷണൽ ഓർ ഫിസിക്കൽ ഓവർ എക്സേഷൻ കൊണ്ടും ഇത് വരാം. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല, അതിൽ പ്രത്യേകിച്ച് ഒരു ബ്രെയിനിലൊരു ഡാമേജോ ഹാർട്ടിന് ഡാമേജോ എന്നുള്ള അവസ്ഥയല്ല. പക്ഷെ ഇങ്ങനെയുള്ള കാരണം കൊണ്ടും ഇത് വന്ന് കാണാറുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ, ഓവർ വർക്ക് പ്രഷർ, സ്ട്രെസ് ഇൻ ദി ഓഫീസ് ഓർ ഇൻ ദി ബാങ്ക് ഓർ ഇൻ ദി സ്കൂൾ, നമ്മൾ കൂടുതൽ മാനസിക സംഘർഷം വരുമ്പോഴാണ് പെട്ടെന്ന് ഒരു ബ്രെയിനിന്റെ ഒരു എന്താ പറയുക എസ്കേപ്പ് മെക്കാനിസം ആയിട്ട് പെട്ടെന്ന് നമ്മൾ മറന്ന് പോവുക. നമ്മൾ ആ സ്ട്രെസ് ഉള്ള സമയം നമുക്ക് ഓർമ്മയില്ല. പിറ്റേന്ന് മുതൽ ആ പാർട്ട് ഒരു ബ്ലാങ്ക് ആയിരിക്കും, എംപ്റ്റി സ്പേസ് ആയിരിക്കും. അതായത് 1-ാം തീയതിയാണ് സംഭവിച്ചെങ്കിൽ നമ്മൾ 31-ാം തീയതി വരെ എല്ലാം അറിയാം, 2-ാം തീയതി മുതൽ അറിയാം. ഈ 1-ാം തീയതി ഒരു ബ്ലാങ്ക് ആയിരിക്കും, ഒരു ബ്ലാങ്ക് ഏരിയ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഈ ട്രാൻസിഷൻ ഗ്ലോബൽ ആംനീഷ്യ എന്താണെന്ന് പറയാം. ഒന്ന് ഇത് മറന്നു പോകാം. നമുക്ക് ആൻഡ്രോഗ്രേഡ് ആംനീഷ്യ എന്നറിയാം. അതായത് അവിടെ മുതൽ നമുക്ക് പുതിയ മെമ്മറി നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ആളെ കണ്ടത്, നമ്മൾ ചായ കുടിച്ചത്, നമ്മൾ സംസാരിച്ചത്, പക്ഷെ നമ്മുടെ ബാക്കിയുള്ള പെരുമാറ്റമൊക്കെ നോർമലായിരിക്കും. നമ്മളിപ്പോൾ എന്നെ അറിയാം, ഈ ആളെ സ്വയം അറിയാം, ഒരു ബന്ധുക്കളെയും കൂട്ടുകാരെയും വിവരം എല്ലാം അറിയാം, അവരുടെ പേഴ്സണൽ ഐഡന്റിറ്റി നോർമലായിരിക്കും, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, അവരുടെ ജോലി, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ നോർമലായിരിക്കും. പക്ഷെ അപ്പത്തെ അവസ്ഥ ഔട്ട്. അതായത് ഇവരെന്തിനാണ് ഇവിടെ വന്നത്, ഇവർക്ക് എന്താണ് പ്രശ്നം,
അല്ലെ ഞാനിപ്പോൾ ചായ കുടിച്ചോ, വീണ്ടും ചോദിക്കും ഞാനിപ്പോൾ ചായ കുടിച്ചോ, അല്ലെ ഞാൻ എന്തിനാ അവിടെ വന്നത്, ഒരു 5 മിനിറ്റ് ഞാനിവിടെ എന്തിനാ വന്നത്, അല്ല ഞാൻ ആരാണെന്ന് ഹുവാമായി ഇവിടെ ജാക്കി ചാൻ പറയുന്നത് ഹുവാമായി അല്ല, ഞാൻ ആരാണ് അല്ലെ നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യമല്ല, ഞാൻ എന്തിനാ വന്നത്, ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത്, അല്ല എനിക്ക് എന്താണ്, ഈ ചോദ്യം ഇങ്ങനെ ഓരോ 5 മിനിറ്റ് കൂടെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഈ അവസ്ഥയാണ് ട്രാൻസിഷൻ ഗ്ലോബൽ ആംനേഷ്യ. അപ്പോൾ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇവരുടെ അപൂർവമായിട്ട് ചിലതരം ഇൻടോക്സിക്കേഷൻ, ചില മയക്കുമരുന്ന് യൂസ് ചെയ്യുക, ചിലതരം മരുന്ന് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പോയിസണിങ്, ഇതുകൊണ്ടും ഇതുപോലെ വരാം. അങ്ങനെയുള്ള ആ സമയത്ത് നമ്മൾ ഇവരെ പരിശോധിക്കുമ്പോഴേ നമുക്ക് ഇത് ഇങ്ങനെ എന്തെങ്കിലും ഡ്രഗ് പോയിസണിങ്ങോ ഇൻടോക്സിക്കേഷന്റെ പാർട്ടായിട്ട് നോക്കണം. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റിന് കൂടെ ഷുഗർ ഹൈപ്പോഗ്ലൈസീമിയ, പക്ഷെ ഹൈപ്പോഗ്ലൈസീമിയ ചില ഷുഗർ കുറഞ്ഞ അവസ്ഥ, പക്ഷെ അങ്ങനെയാകുമ്പോൾ ഷുഗർ കുറഞ്ഞ വേറെ അവസ്ഥ ഉണ്ടാവും, വിയർപ്പ്, അതിന് ക്ഷീണം, ബാക്കിയുള്ള എല്ലാം ഈ മറവി മാത്രമാവില്ല, മറവിയുടെ കൂടെ വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഷുഗർ കുറഞ്ഞതാണോ നോക്കണം, സോഡിയം കുറഞ്ഞാണോ നോക്കണം, ബ്ലഡിലെ വ്യത്യാസമുണ്ടോ നോക്കണം, ഡ്രഗ് സ്ക്രീൻ ആൻഡ് ടോക്സിക് സ്ക്രീൻ നോക്കണം. പിന്നെ അപൂർവമായിട്ട് ചിലതരം അപസ്മാര രോഗങ്ങളുണ്ട്, ഫ്രോണ്ടൽ ലോബ് എപ്പിലെപ്സി, ടെമ്പറൽ ലോബ് എപ്പിലെപ്സി, അതുപോലത്തെ പാരോക്സിസ്മൽ ഈവൻസ് എന്ന് പറയും, ബ്രെയിൻ ഉണ്ടാകുന്ന ചിലതരം ഇസ്കീമിയ, രക്തോട്ടക്കുറവോ, വീനസ് ഇൻസഫിഷ്യൻസി, ആർട്ടീരിയൽ ഇൻസഫിഷ്യൻസി, അല്ലെങ്കിൽ ഓക്സിജന്റെ കുറവ്, അല്ലെങ്കിൽ ചിലതരം മൈഗ്രെയിന്റെ പാർട്ടായിട്ടും ഇത് അപൂർവമായിട്ട് ഇതൊരു അതായത് അവിടെയുള്ള രക്തപരി സ്പാസം ചുരുങ്ങി വരുന്നതാണോ, അവിടെ രക്തോട്ടം കുറയുന്നതാണോ, നമ്മുടെ വീനസ് ഔട്ട്ഫ്ലോ വ്യത്യാസപ്പെടുന്നതാണോ, അപസ്മാരം പോലെ വരുന്നതാണോ, അല്ലെ ഹെഡിന് ചെറിയ പരിക്ക് പറ്റിയിട്ടാണോ, അങ്ങനെ പലതരം തിയറീസ് ഉണ്ട്. എന്തുകൊണ്ടാണ് വരുന്നത് പലതരം തിയറീസ് ഉണ്ട്, പക്ഷെ ഒന്നും പ്രൂവ്ഡ് അല്ല. പക്ഷെ ഷോർട്ട് ടേം ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ കെയർഫുൾ ആകും, അത് എപ്പിലെപ്സിയുടെ പാർട്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു EG ചിലപ്പോൾ അത്യാവശ്യമായിരിക്കും. പിന്നെ ചില PCS സ്ട്രോക്ക് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ നമ്മളെ ഈ മെമ്മറി ഒക്കെ ഡീൽ ചെയ്യുന്ന ടെമ്പറൽ ലോബ്, മീഡിയൽ ടെമ്പറൽ ലോബ്, ആ പാർട്ടൊക്കെ അവിടെ രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ മറന്നു പോകും. അതിന്റെ കൂടെ വേറെ പ്രോബ്ലം ഉണ്ടാവും, കാഴ്ചക്കുറവുണ്ടാവും, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, നടക്കാനുള്ള ബുദ്ധിമുട്ടും മരവിപ്പും അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിന് അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഒരു MRI ആവശ്യമായിരിക്കും, MRI ആന്റിയോഗ്രാം ആവശ്യമായിരിക്കും, ഒരു EG ആവശ്യമായിരിക്കും, ഷുഗർ നോക്കണം, അതുപോലെ ബാക്കിയുള്ള മെറ്റബോളിക് ടോക്സിക് സ്ക്രീനിങ് ആവശ്യമാണ്. പിന്നെ ചിലതരം എൻസെഫലൈറ്റിസ്, ഹെർപ്പിസ് സിംപ്ലെക്സ് എൻസെഫലൈറ്റിസ് എന്ന രോഗങ്ങൾ, അതൊന്നും തന്നെ ഇതുപോലെ പനി, തലവേദന വന്ന് ഇങ്ങനെ പെട്ടെന്ന് മാറുകയും, പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് മാറില്ല, അത് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് മാറുന്ന ഹെർപ്പിസ് സിംപ്ലെക്സ് എൻസെഫലൈറ്റിസ്. ചിലർക്ക് തൈമിൻ റെസ്പോൺസീവ് വെർണിക്കെ കോർസാക്കോഫ് സിൻഡ്രോം എന്ന് പറയും. നമ്മളെ വൈറ്റമിൻ B1 കുറയുമ്പോഴും ഇതുപോലെ ചിട്ടത്തിൽ മറവിയും ഒരു കൺഫ്യൂഷനും നടക്കാൻ ബുദ്ധിമുട്ടും ഒരു കൺഫാബുലേഷൻ, അത് ഓരോന്ന് പറയുക, ഇങ്ങനെയുള്ളൊരവസ്ഥയുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആണ്. ഇതിപ്പോ എപ്പിലെപ്സി, സ്ട്രോക്ക്, മൈഗ്രെയിൻ, ഹെഡ് ഇഞ്ചുറി, അതുപോലെ തന്നെ വെർണിക്കസ് കോർസാക്കോഫ് സിൻഡ്രോം, ഹെർപ്പിസ് സിംപ്ലെക്സ് എൻസെഫലൈറ്റിസ്, ഇതുപോലത്തെ അസുഖങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൽ അപൂർവമായിട്ട് MRIയിൽ ചില ചെറിയ ഹിപ്പോകാമ്പസ് എന്നുള്ള ഒരു ഹിപ്പോകാമ്പൽ ഫോർമേഷൻ ചെറിയ ഡോട്ട് പോലെ ചെറിയ ഹൈപ്പർ ഇന്റൻസിറ്റീസ് MRIയിൽ കാണാം. പക്ഷെ ഞാൻ കേസുകളൊന്നും ഇതുവരെ കണ്ടില്ല, പക്ഷെ അങ്ങനെ കാണാം. EG ഒക്കെ പെർഫെക്റ്റ് നോർമലായിരിക്കും, ബാക്കിയുള്ള എല്ലാ ടെസ്റ്റും നോർമലായിരിക്കും. പിന്നെ ഇത് വീണ്ടും തിരിച്ചു വരാനുള്ള പെർസെന്റ് ഒരു 6 to 10% ആൾക്ക് വീണ്ടും വരാം. എസ്പെഷ്യലി ഈ സ്ട്രെസ് വീണ്ടും വരികയാണ് വീണ്ടും വരാം. അതുപോലെ തന്നെ ഇവര് ഓഫീസ് സ്ട്രെസ് വീണ്ടും വരാം, പക്ഷെ വരണമെന്നില്ല, വരാനൊരു ചാൻസ് ഉണ്ട്. പിന്നെ എല്ലാവരും ധരിക്കുന്ന മാതിരി ഇതൊരു മാരകമായ രോഗമല്ല. ഇതൊരു ആക്ച്വലി ഒരു മൈഗ്രെയിന്റെ വകഭേദമാവാം, പക്ഷെ ആർക്കും ഉറപ്പില്ല, കാരണം പല ഹൈപ്പോത്തസിസ് ഉണ്ട്. അപ്പോൾ മൈഗ്രെയിന്റെ പാർട്ടായിരിക്കും. പക്ഷെ ഇത് സാധാരണ ഇതേപോലെ വേറെ വരുന്ന TIA, ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്സ് ആണ്, പെട്ടെന്ന് രക്തോട്ടം കുറഞ്ഞ് അതിന്റെ കുഴപ്പമുണ്ടാകുന്നത്. പക്ഷെ ആ ഈ ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ ഇതിന് സ്ട്രോക്കോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് മറവിയോ ആൽഷിമേഴ്സിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഓർമ്മക്കുറവോ കൈനകാലം ബലക്കുറവോ കാഴ്ചക്കുറവോ കേൾക്കുറവോ ഒന്നും ഉണ്ടാവില്ല. ഈ 1 day അല്ലെങ്കിൽ ഫ്യൂ അവേഴ്സ് ഒരു ബ്ലാക്ക് ഔട്ട് ആയി എന്നതിൽ കഴിഞ്ഞ് ഈ ആൾക്ക് ഭാവിയിൽ ഒരു സ്ട്രോക്കോ അപസ്മാരമോ മൈഗ്രെയിനോ അതുപോലത്തെ അസുഖങ്ങളൊന്നും ഉണ്ടാവുന്നത് കാണില്ല, അത് ഉണ്ടാവില്ല, അത് ഇതുമായിട്ട് റിലേറ്റഡ് അല്ല. ഓക്കെ, ഇതിന്റെ ട്രീറ്റ്മെന്റ് ചില റീഅഷ്യൂറൻസ്. ആദ്യം നമ്മൾ ഇതൊക്കെ നോക്കണം. നമ്മൾ ഈ അപസ്മാരത്തിന്റെ പാർട്ടാണോ, സ്ട്രോക്കിന്റെ പാർട്ടാണോ, ഷുഗർ കുറഞ്ഞതിനാണോ, അല്ലെങ്കിൽ മറ്റു ഫാക്ടേഴ്സ് ആണോ എന്ന് നോക്കിയ ശേഷം അതൊന്നും ഇല്ലെങ്കിൽ റീഅഷ്യൂറൻസ്, പ്രത്യേകിച്ച് മരുന്നിനൊന്നും ആവശ്യമില്ല. അവർ കഴിയുന്നതും ലൈഫ് ഒരു റിലാക്സ്ഡ് ലൈഫിലേക്ക്, നല്ല എക്സസൈസും ഗുഡ് ഫുഡ്, ഡയറ്റ്, സൺഷൈൻ, ഫ്രണ്ട്ഷിപ്പ്, ഹാപ്പിനെസ് ആൻഡ് റിലാക്സ്ഡ് വേ ഓഫ് ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ
ഇത് ഉണ്ടാവില്ല എന്നാണ് ഒരു സാധാരണഗതിയിൽ എല്ലാവരുടെയും ഒരു ബോധ്യം. അപ്പോൾ അതുകൊണ്ട് ട്രാൻസിഷൻ ഗ്ലോബൽ അംനീഷ്യ എന്നുള്ള ഈ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് വന്നു എന്ന് വിചാരിച്ച് പേടിക്കണ്ട. എൻ്റെ അടുത്ത് 4-5 പ്രാവശ്യം വന്ന ആൾ വരാറുണ്ട്. ഒരു കുഴപ്പമില്ല. അവർക്ക് ആ ടൈമിൽ ഒരു 2-3 മണിക്കൂറത്തേക്ക് ഒരു മറവി എന്നല്ലാതെ അവരുടെ ഭാവിയിലോ അവർക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ ഗ്ലോബൽ അംനീഷ്യയെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.